നീ എന്താ അച്ചു ഈ പറഞ്ഞു വരുന്നത്? ഇവൻ്റെ ഭാര്യയായി ഇവിടെ താമസിക്കാമെന്നാണോ? തൽക്കാലം അത് ചെയ്തേ പറ്റൂ അമ്മേ. ഇവിടെ നിന്നാൽ വേണിയിലേക്ക് എത്താനുള്ള എൻ്റെ ദൂരം കുറയില്ലേ? ഇപ്പോൾ തറവാട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് വെച്ച് എപ്പോഴും അങ്ങനെയായിരിക്കണമെന്നില്ലല്ലോ. കൂടാതെ തറവാട് വക എന്തെങ്കിലും ഇവർക്കും കാണാതിരിക്കില്ലെന്നേ. ഉഷാമ്മയുടെ സംശയത്തോടെയുള്ള നോട്ടം കാണി അച്ചു ആലോചനയോടെ പറഞ്ഞു. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നീ എങ്ങനെ അവൻ്റെ റൂമിലെത്തിയത്? അവൻ ആ സന്ദീപ് കൊണ്ട് കിടത്തിയതാണോ? ഏയ് അല്ല, വേറെ ആരോ ആണ്. ആ വേണിക്ക് വേണ്ടി വെച്ച കുരുക്കായത്. ആ കുരുക്ക് ഞാൻ കൂടി അറിഞ്ഞതാണല്ലോ. പിന്നെ ഇത് എനിക്ക് ആ ഭദ്രനെ തന്നെയാ സംശയം. സംശയം ഉറപ്പിക്കണമെങ്കിൽ എന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയ ശ്രേയെ കയ്യിൽ കിട്ടണം. അവളിപ്പോൾ ജയിലിലാണ്. അങ്ങോട്ട് ഞാൻ പോയാൽ ശരിയാവില്ല. ഭദ്രൻ്റെ ആളുകൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? നോക്കട്ടെ, സമയമുണ്ടല്ലോ. ആ, നീ എന്തേലും കാണിക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കില്ലല്ലോ. സ്വന്തം ഇഷ്ടമല്ലേ നോക്കത്തുള്ളൂ. എങ്കിൽ ഞാൻ ഇറങ്ങുവാ. എനിക്ക് വയ്യ ഇവിടെ ഉള്ളതുങ്ങളുടെ അഹങ്കാരം കാണാൻ. അമ്മ പൊയ്ക്കോ, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. കണ്ടില്ലേ, പുലി പോലെ വന്നിട്ട് എലി പോലെ ഇറങ്ങിപ്പോകുന്നത്. അവർക്ക് മനസ്സിലായി കാണും പുളിങ്കൊമ്പിലാ പിടിച്ചത് എന്ന്. അച്ചുവിനടുത്ത് നിന്ന് ഇറങ്ങി ഹാളിൽ നിൽക്കുന്ന ലളിതാമ്മയെയും സന്ദീപിനെയും നോക്കാതെ പുറത്തേക്ക് പോയ ഉഷാമ്മയെ നോക്കി ലളിത പുച്ഛത്തോടെ പറഞ്ഞു. ആ അതെ അതെ, ജോലിയും കൂലിയും ഇല്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന നിങ്ങളുടെ മോനാണല്ലോ പുളിങ്കൊമ്പ്. ആകെ കൂടി ഉണ്ടായിരുന്ന കൊമ്പ് ആ തറവാടായിരുന്നു. ഇന്നത്തോടെ അതും പോയതോടുകൂടി പുളിങ്കുരുവായി. ഉഷാമ്മയ്ക്ക് പുറകെ മുറിയിൽ നിന്ന് വന്ന് അച്ചു ലളിത പറഞ്ഞത് കേൾക്കെ പുച്ഛിച്ചുകൊണ്ട് ബാഗും എടുത്ത് മുകളിലേക്ക് നടന്നിരുന്നു. മിണ്ടല്ലേ അമ്മ, എനിക്കിനി ബാക്കി കേൾക്കാനോ പറയാനോ ഉള്ള ആരോഗ്യമില്ല. ഫംഗ്ഷനും പോലീസ് സ്റ്റേഷനും രജിസ്റ്റർ ഓഫീസും എല്ലാം കൂടി ആയപ്പോഴേക്കും ഞാനാകെ ക്ഷീണിച്ചു. ഒന്ന് കിടന്നോട്ടെ. അച്ചു പറഞ്ഞത് കേൾക്കെ ദേഷ്യത്തോടെ മറുപടി പറയാൻ തുടങ്ങിയ ലളിതയുടെ കയ്യിൽ പിടിച്ച് വെച്ചുകൊണ്ട് സന്ദീപ് ദയനീയമായി പറഞ്ഞു. അത് കേട്ട് അവൻ്റെ കൈ കുടഞ്ഞു മാറ്റി ദേഷ്യത്തോടെ ലളിത മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോയ അച്ചുവിനെയും താഴെ മുറിയിലേക്ക് പോയ ലളിതയെയും നോക്കി ഇനിയുള്ള ദിവസങ്ങൾ ഓർക്കെ ദീർഘനിശ്വാസത്തോടെ തലയിൽ കൈത്താങ്ങി സന്ദീപ് സോഫയിലേക്ക് ഇരുന്നു പോയി. എന്തോന്ന് ചേച്ചി, ഞാൻ നാളെ കോളേജിൽ പോയിക്കോളാം. ഇന്നലത്തെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ദേഹത്ത് നിന്ന് പുതപ്പ് മാറ്റിയ വേണിയേറിയെ ആ പുതപ്പ് കാൽ കൊണ്ട് തട്ടി തിരിച്ച് തലവഴി പുതച്ചുകൊണ്ട് അനു പറഞ്ഞു. ഈ ഉച്ചയ്ക്കാണോ കോളേജിൽ പോകുന്നേ? വന്ന് വല്ലതും കഴിക്ക് പെണ്ണേ, അല്ലെങ്കിൽ വല്യമ്മ എപ്പോൾ ഇങ്ങോട്ട് കയറി വരും കേട്ടോ. ഉച്ചയായോ? ഷോ, ആ വിനീതയെയും അനൂപ് സാറിനെയും വിളിച്ച് വരുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ ആ ബഹളം കൂടി ഞാൻ കേൾക്കണമല്ലോ. ചേച്ചിക്ക് ഇമ്മിണി നേരത്തെ വിളിച്ചുകൂടെ ചേച്ചി? ഉച്ച എന്ന് കേട്ടതും ഞെട്ടലോടെ പുതപ്പ് താഴ്ത്തി നോക്കുന്നവളെ കാണി വേണി കണ്ണുരുട്ടിയതും അനു ഒരു എലിയോടെ ബാത്റൂമിലേക്ക് ഓടിയിരുന്നു. ഇത് ആരുടെയാ ഈ അപശബ്ദം? കുളിച്ച് വേണിക്കൊപ്പം താഴേക്കിറങ്ങാൻ തുടങ്ങിയ അനു താഴെ നിന്ന് വരുന്ന പുരുഷ ശബ്ദം കേട്ടുകൊണ്ട് സംശയത്തോടെ വേണിയോട് ചോദിച്ചു. നീ വാ, നമുക്ക് നോക്കാം. അവളെ നോക്കാതെ മറുപടി പറഞ്ഞുകൊണ്ട് വേണി അനുവിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പടികളിറങ്ങി. ആ ദാ വന്നല്ലോ, ഇതാ എൻ്റെ മകൾ അനു. അനുവിനെ കണ്ടതും മുന്നിലിരിക്കുന്നവരോടായി പത്മനാഭൻ ചിരിയോടെ പറഞ്ഞു. ഫോട്ടോ കണ്ടിരുന്നു. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട്. പത്മനാഭൻ പറഞ്ഞതും 50 വയസ്സ് തോന്നിക്കുന്ന മുഖശ്രീയോട് കൂടിയ ഒരു സ്ത്രീ അനുവിനടുത്തേക്ക് വന്നുകൊണ്ട് ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ പെണ്ണ് കാണാൻ വന്നതാ. എന്താ സംഭവമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവളോടായി പത്മനാഭൻ ചിരിയോടെ പറഞ്ഞു. എന്തേ ഞെട്ടി നിൽക്കുന്നേ? കല്യാണമെന്ന് കേട്ടത് കൊണ്ടാണോ? പഠിത്തം കഴിയാൻ ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞേ കല്യാണം കാണൂ കേട്ടോ. താൻ ചേർത്ത് പിടിച്ചവളുടെ ഞെട്ടലറിഞ്ഞെന്നോണം ആ സ്ത്രീ ചിരിയോടെ പറഞ്ഞു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അനുവിൻ്റെ നോട്ടം തൻ്റെ നേർക്ക് വരുന്നതറിഞ്ഞുകൊണ്ട് വേണി ധൃതിയിൽ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു. ജാനകി കഴിഞ്ഞ ദിവസം മോളുടെ ജാതകം കൊണ്ട് കുടുംബ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിരുന്നു. മോൾക്ക് ജാതകപ്രകാരം കല്യാണ സമയമായത്രേ. അങ്ങനെ ഈ ഇരിക്കുന്ന ബ്രോക്കറിനെ അച്ഛൻ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ വന്ന ആലോചനയാ. മുന്നിൽ നിൽക്കുന്നത് ഉൾക്കൊള്ളാനാകാതെ വല്ലായ്മയോടെ നിൽക്കുന്നവളെ കാണി പത്മനാഭൻ ചിരിയോടെ പറഞ്ഞു. എന്തേ, മോൾക്ക് വേറെ ഇഷ്ടം വല്ലതുണ്ടോ? ചായ കുടിച്ച് മേശയിലേക്ക് വെച്ചുകൊണ്ട് ബ്രോക്കർ സംശയത്തോടെ ചോദിച്ചു. ഏയ്
ഒന്നുമില്ല. ഉണ്ടെങ്കിൽ എന്നോട് പറയില്ലേ. അതുമാത്രമല്ല, ഞാൻ പറയുന്ന വാക്ക് എൻ്റെ മോൾ തള്ളിക്കളയുകയുമില്ല. പത്മനാഭൻ ബ്രോക്കറോട് പറഞ്ഞത് കേൾക്കെ നിറയാൻ വെമ്പി നിന്ന അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി താഴേക്ക് പതിച്ചിരുന്നു. ചായ കുടിച്ചിട്ടാകാം ബാക്കി. അടുക്കളയിൽ നിന്നും വന്നുകൊണ്ട് ജാനകിയമ്മ പറഞ്ഞതും എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചത് കൊണ്ടാകാം അവളുടെ കണ്ണുനീർ ആരും കാണാതെ പോയത്. ഭദ്രനും അരവിന്ദനും ഇപ്പോൾ വരും. ഓഫീസിൽ പോയിട്ട് ലഞ്ച് ടൈം ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നു. വേണി പിന്നെ ഇന്നുകൂടി കഴിഞ്ഞ് നാളെ തൊട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക. അനുവും വേണിയും കൂടെപ്പിറപ്പുകളെ പോലെ തന്നെയാ. അനുവിനൊരു കാര്യമുണ്ടായാൽ വേണിക്കത് കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ. അനുവിനരികിൽ നിന്ന് സോഫയിലേക്ക് വന്നിരുന്നവരെ കാണേ അവർക്ക് മുന്നിലേക്ക് ചായ വെച്ചുകൊണ്ട് ജാനകിയമ്മ ചിരിയോടെ പറഞ്ഞു. അറിഞ്ഞു, മോനും ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങ് എത്തിക്കോളാമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനും ഉച്ചയോടടുപ്പിച്ച് സമയം നോക്കി ഇറങ്ങിയത്. കുറച്ചു നേരം കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴേക്കും വരേണ്ടവരെല്ലാം വരുമല്ലോ. ചിരിയോടെ ആ സ്ത്രീ പറഞ്ഞത് കേട്ടുകൊണ്ട് അനു അകത്തേക്ക് നടന്നു. വേണിയേച്ചി, പുറകിൽ നിന്ന് വിതുമ്പിക്കൊണ്ട് വിളിക്കുന്നവളെ അറിയെ കണ്ണൊന്നടച്ച് ശ്വാസം വിട്ടുകൊണ്ട് വേണി തിരിഞ്ഞു നോക്കി. എനിക്ക് അനൂപേട്ടനെ ഇഷ്ടമാണെന്ന് പറയോ? പറയണോ ഞാൻ? അനുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണി വേണി വിഷമത്തോടെ ചോദിച്ചു. അച്ഛന് നാണക്കേടാകൂല്ലേ? അനുവിനെ നോക്കി അലിവോടെ വേണി മൂളി. താമസിച്ചു പോയല്ലേ ഞാൻ. പക്ഷേ അനൂപേട്ടനില്ലാതെ എനിക്ക് പറ്റൂല ചേച്ചി. അങ്ങോട്ട് പോയി ഞാൻ നേടിയെടുത്തിട്ടിപ്പോൾ എനിക്ക് പറ്റില്ല അനൂപേട്ടനെ മറക്കാൻ. അനു, കരയാതെ, ചേച്ചി പറയട്ടെ. അവിടെ വേണി. കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചവളെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടിക്കൊണ്ട് വേണി വീർപ്പുമുട്ടലോടെ പറയാൻ തുടങ്ങിയതും വാതിൽക്കൽ നിന്ന് ഭദ്രൻ വിളിച്ചിരുന്നു. അവിടെ ചെറുക്കം വന്നിട്ടുണ്ട്. അനുവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വാ. നിറഞ്ഞ കണ്ണോടെ തന്നിൽ തന്നെ കണ്ണ് പതിപ്പിച്ച അനുവിനെ നോക്കി പതർച്ചയോടെ കണ്ണു മാറ്റി വേണിയോട് പറഞ്ഞതുകൊണ്ട് ഭദ്രൻ വേഗം തിരിഞ്ഞു നടന്നു. ഏട്ടനും കൈയൊഴിഞ്ഞല്ലേ? ആരില്ലേലും ഞാനുണ്ട് കൂടെ. കണ്ണു തുടയ്ക്ക്, വാ. നിരാശയോടെ നിൽക്കുന്ന അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് വേണി അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭദ്രന് പുറകെ നടന്നിരുന്നു. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം 2 മാസം കഴിഞ്ഞ് നടത്താമല്ലേ? വേണിക്കൊപ്പം ആരെയും മുഖം ഉയർത്തി നോക്കാതെ തലകുനിച്ച് വന്ന് നിൽക്കുന്നവളെ കാണെ പത്മനാഭൻ ചിരിയോടെ പറഞ്ഞു. മതി മോളെ, നാളെ തന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സമ്മതമാ. പിന്നെ പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് കൊണ്ടാ 2 മാസം സമയം പറഞ്ഞ്. പത്മനാഭൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു. എന്താ അനു, എന്താ മോൾക്ക് പറ്റിയേ? മോളോട് ചോദിക്കാതെ തീരുമാനിച്ചത് കൊണ്ടാണോ? മോൾക്ക് അച്ഛൻ പറയുന്ന ആളെ കെട്ടാൻ സമ്മതമല്ലേ? എനിക്ക് ഈ കല്യാണം വേണ്ട അച്ഛാ. എനിക്ക് കല്യാണമേ വേണ്ട. അനുവിൻ്റെ വാടിയ മുഖം കാണെ പത്മനാഭൻ ചോദിച്ചത് കേൾക്കെ അനു മുഖമുയർത്താതെ തന്നെ പറഞ്ഞു. ഉറപ്പാണോ? അതെ. പത്മനാഭൻ ഗൗരവത്തോടെ ഒന്നുകൂടി ഉറപ്പിച്ച് ചോദിച്ചതും ഉറപ്പോടെ അനുവും മറുപടി കൊടുത്തു. കണ്ടു അമ്മേ, അമ്മയല്ലേ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞത് പാവം പിടിച്ച കൊച്ചാണെന്ന്. ഇപ്പോൾ കണ്ടില്ലേ എന്നെ തേച്ചത്? കണ്ടോ? അനൂപേട്ട. മുന്നിലെ പരിചിതമായ ശബ്ദം കേട്ടുകൊണ്ട് അനു ഞെട്ടി മുന്നിലേക്ക് നോക്കിയതും മുന്നിൽ ചിരിയോടെ ഇരിക്കുന്നവനെ കാണെ അവൾ അത്ഭുതത്തോടെ വിളിച്ചു. എന്തായാലും എൻ്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഈ ആലോചന വേണ്ട എന്ന് വെക്കുക. ഈ കാലത്ത് പെൺപിള്ളേർ കെട്ടണോ വേണ്ടയോ എന്ന് പിള്ളേരുടെ ഇഷ്ടമല്ലേ? ഏയ്, അച്ഛനെ ഞാൻ പറ്റിച്ചേ. കല്യാണം കഴിയാതെ ഇരുന്നാൽ എങ്ങനെ ശരിയാകും? മറ്റേത് കാത്തു സൂക്ഷിക്കണ്ടേ? മുന്നിലിരിക്കുന്നവരോട് ഗൗരവത്തോടെ പറയുന്ന പത്മനാഭൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അനൂപിനെ നോക്കി കണ്ണുമിഴിച്ച് നിന്നവൾ സ്ഥലകാല ബോധം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു. എന്ത് കാത്തു സൂക്ഷിക്കാൻ? പാരമ്പര്യം. അനൂപിനും ഭദ്രനും അടുത്തായിരുന്ന അരവിന്ദൻ സംശയത്തോടെ ചോദിച്ചതും അനു നിഷ്കളങ്കമായി പറഞ്ഞു. അത് നീയല്ലല്ലോ, ഞാനല്ലേ സൂക്ഷിക്കണ്ടേ? അങ്ങനെ എനിക്ക് നിനക്ക് എന്നൊന്നുമില്ല. ആർക്ക് വേണേലും സൂക്ഷിക്കാം. അല്ലെങ്കിൽ തന്നെ ഈ കണക്കിന് പോയാൽ നീ അത് സൂക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അരവിന്ദൻ സംശയത്തോടെ പറഞ്ഞത് കേട്ടുകൊണ്ട് അനു പുച്ഛത്തോടെ പറഞ്ഞു. സോറി. തന്നെ നോക്കി പല്ല് കടിക്കുന്ന അരവിന്ദനെ ചിരിയോടെ നോക്കി കണ്ണ് മാറ്റിയതും മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്ന പത്മനാഭൻ്റെ അടുത്തുപോയി മുട്ടുകുത്തിയിരുന്ന് ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു. വേണ്ട, നിനക്കെന്നോട് പറയാൻ തോന്നിയില്ലല്ലോ.
ഇവരൊക്കെ പറഞ്ഞിട്ടാണോ ഞാനിതറിയേണ്ടത്? നിന്റെ ഏതിഷ്ടമാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്? സോറി അച്ഛാ, പറയണമെന്ന് വെച്ച് തന്നെയായിരുന്നത്. സമയമാകട്ടെ എന്ന് വെച്ച് കാത്തിരുന്നതാ ഞാൻ. എന്ത് സമയം കാത്ത്? കല്യാണ സമയമോ? അങ്ങോട്ട് ചോദിക്കച്ചാ. വേണേൽ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്ക്. അപ്പോൾ എങ്ങനാ? കല്യാണം വേണോ വേണ്ടയോ? അരവിന്ദൻ പറഞ്ഞത് കേൾക്കെ പല്ല് കടിച്ചുകൊണ്ട് അരവിന്ദനെ നോക്കിയിരിക്കുന്നവളെ കാണെ ജാനകിയമ്മ ചിരിയോടെ ചോദിച്ചു. കഴിച്ചേക്കാം. നല്ല തീരുമാനം. മോളെന്നെ പരിചയപ്പെട്ടില്ലല്ലോ. എൻ്റെ പേര് മല്ലിക. എന്നാ കേട്ടോ, മോൾക്ക് സർപ്രൈസ് തരണമെന്ന് ഇവൻ പറഞ്ഞതുകൊണ്ട് പേര് പോലും പറയാഞ്ഞത്. പേര് പറഞ്ഞാൽ മോൾക്ക് മനസ്സിലായാലോ. എല്ലാവരുടെയും സംസാരം കേട്ട് ചിരിയോടെ അനുവിനടുത്തേക്ക് വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മല്ലികാമ്മ പറഞ്ഞു. ഞാനല്ല, ഈ ഭദ്രേട്ടനാ. മല്ലികാമ്മ പറഞ്ഞത് കേട്ട് ചിരിയോടെ നിന്ന അനു അപ്പുറത്തെ ചിരിയോടെ നിന്ന വേണിയെ നോക്കി കണ്ണുരുട്ടിയതും വേണി ഭദ്രനെ ചൂണ്ടി ഇളിയോടെ പറഞ്ഞു. സർപ്രൈസ് തന്നതല്ലേ? ഞാൻ പറഞ്ഞിട്ടാ ഭദ്രൻ നിന്നോട് പറയാഞ്ഞേ. എന്നോട് പറയാത്തത് കൊണ്ട് കുഞ്ഞൊരു ശിക്ഷ തന്നതാ. ഭദ്രനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അനുവിനെ കാണെ പത്മനാഭൻ പരിഭവത്തോടെ പറഞ്ഞു. കുട്ടികളല്ലേ, പോട്ടെന്നേ. പോയി രണ്ടാളും കൂടി സംസാരിച്ച് കല്യാണം ഏത് മാസം വേണമെന്ന് പറ. അതനുസരിച്ച് സമയം കുറിക്കാം. പരിഭവത്തിൽ നിൽക്കുന്ന പത്മനാഭനെയും ദയനീയമായി നോക്കി നിൽക്കുന്ന അനുവിനെയും നോക്കി മല്ലികാമ്മ രംഗം ശാന്തമാക്കാൻ എന്നോണം പറഞ്ഞു. അത് കേട്ടതും പത്മനാഭൻ സമ്മതമെന്നോണം കണ്ണ് കാണിച്ചതും അനൂപിനെയൊന്ന് നോക്കി അവൾ അകത്തെ മുറിയിലേക്ക് നടന്നിരുന്നു. പിണക്കമാണോ അനുക്കുട്ടി? കുട്ടി മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ പിണക്കമാ അല്ലേ? മുഖം വീർപ്പിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അനുവിനെ നോക്കി അനൂപ് പറഞ്ഞുകൊണ്ട് അവൾക്ക് പുറകിൽ വന്ന് നിന്നു. എന്നോട് എന്താ പറയാഞ്ഞേ? ഞാൻ എന്തോരം വിഷമിച്ചു കുറച്ച് സമയം കൊണ്ട്. പിന്നിൽ നിന്നും പുണർന്നവനെ അറിയെ പരിഭവത്തോടെ പിടഞ്ഞു മാറാൻ നോക്കി അനു ചോദിച്ചു. ഞാൻ നിന്റെ അച്ഛനോട് കാര്യം അവതരിപ്പിച്ചിട്ട് അനുകൂലമായ മറുപടിയാണെങ്കിൽ നിന്നോട് പറയാമെന്ന് വെച്ചിരുന്നതായിരുന്നു. ഭദ്രനും അരവിന്ദനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഈ പ്രേമം സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ എന്നറിയില്ലല്ലോ. കാര്യം കേട്ട ശേഷം അകത്തേക്ക് പോയി തിരിച്ചു വന്നതും അച്ഛൻ സമ്മതം അറിയിച്ചു. പക്ഷേ നിന്നോടിത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കാതെ ഇരിക്കാൻ പറ്റിയില്ല. നീ ക്ഷമിക്കേ. അവളുടെ തോളിൽ താടി മുട്ടിച്ചുകൊണ്ട് അവൻ ദയനീയമായി പറഞ്ഞു. എന്തേ പെട്ടെന്ന്? ചുണ്ടിൽ വന്ന ചിരിയോടെ അനു ചോദിച്ചു. ഇതുപോലെ വേറെ ഒരുത്തൻ കയറി വന്നാലോ? അച്ഛൻ വാക്കുകൊടുത്താൽ പിന്നെ കഴിഞ്ഞില്ലേ എല്ലാം. അതുകൊണ്ട് താമസിപ്പിക്കേണ്ട എന്ന് വെച്ചു. പിന്നെ ഒന്നുകൂടിയുണ്ട്. അനുവിൻ്റെ മുഖത്തെ ചിരി കാണെ അവളെ പുണർന്നുകൊണ്ട് തന്നെ അനൂപ് കള്ളത്തരത്തോടെ പറഞ്ഞു. എന്തേ? കഴിഞ്ഞ ദിവസം ഫംഗ്ഷന് വെച്ച് നീ കരഞ്ഞപ്പോൾ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ തോന്നിയടി. പക്ഷേ നിന്റെ ആങ്ങളമാരില്ലേ കൂടെ? പിന്നെ പിണക്കം കഴിഞ്ഞ് നീ എല്ലാവരെയും കെട്ടിപ്പിടിച്ചില്ലേ, എന്നെ ഒഴിച്ച്. അതുകൂടെ ആയപ്പോൾ ഒരു കുശുമ്പ്. ആർക്കും തടയാൻ പറ്റാതെ നിന്നിൽ അവകാശം സ്ഥാപിക്കണമെന്നും മനസ്സ് പറഞ്ഞു. അപ്പോൾ എവിടെ വെച്ചാണെങ്കിലും ഇതുപോലെ ചേർത്ത് പിടിക്കാമല്ലോ. അവളെ പുറകിൽ നിന്നും ഒന്നുകൂടി വലിഞ്ഞു മുറുക്കിക്കൊണ്ട് അനൂപ് ചിരിയോടെ പറഞ്ഞതും സംശയത്തോടെ നിന്നവളിലേക്കും ആ ചിരി വന്നിരുന്നു. അവകാശമായിട്ടില്ലല്ലോ മോനെ അളിയ, ഇനിയും സമയം കിടക്കുവല്ലേ. അതുകൊണ്ട് ഇപ്പോൾ കൈയെടുക്കടാ തെണ്ടി. റൂം തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് അരവിന്ദൻ കള്ളദേഷ്യത്തോടെ പറഞ്ഞു. സമ്മതിക്കരുത് നീ കേട്ടോ. പെട്ടെന്ന് അനുവിൽ നിന്ന് നീങ്ങി നിന്നുകൊണ്ട് അനൂപ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല മോനെ, കല്യാണം കഴിഞ്ഞുള്ള കൊഞ്ചൽ മതി ഇനി. വാ അളിയ ചോദിക്കട്ടെ. അനൂപിൻ്റെ തോളിൽ പിടിച്ച് ചേർത്ത് പിടിച്ചു പോകുന്ന അരവിന്ദനെ കണ്ട് ചിരിയോടെ അനൂപ് അവർക്കൊപ്പം പുറത്തേക്കിറങ്ങി. അപ്പോൾ ശരി മോളെ, അമ്മ ഇറങ്ങുവാ. അനൂപിൻ്റെ അച്ഛനെയും കൂട്ടി ഇടയ്ക്കിറങ്ങാം. മോൾക്ക് ഇവൻ്റെ അച്ഛനെ അറിയാവുന്നത് കൊണ്ട് ആള് വന്നാൽ ഈ സർപ്രൈസ് പൊളിയില്ലേ, അതുകൊണ്ടാ വരാഞ്ഞത്. പിന്നെ നന്നായി പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഓർത്ത് ഉഴപ്പരുത്. ഉച്ചത്തെ ഊണും കഴിഞ്ഞ് തിരികെ പോകാൻ നേരം അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മല്ലികാമ്മ പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് തന്നെയും നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു പോകുന്നവനെ കാണെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൾ അകത്തേക്ക് നടന്നു.